നമ്മുടെ അനന്തപുരിയിലെ മുത്തശ്ശനും അതുപോലെ ആദർശും അഭയും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദുമോളുടെ കാര്യം ഓർത്ത് ഇനി ആരും ഒന്നും വിഷമപ്പെടേണ്ട, അത് നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത കേസാണ്. ഇനി നീ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. നിനക്കൊരു കുഞ്ഞു പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരവാദിത്തം നീ കാണിക്കണം എന്നൊക്കെ മുത്തശ്ശൻ അഭിയോട് പറയുമ്പോൾ അഭി ശരി മുത്തച്ഛ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ തന്നെ കനകയൊക്കെ കുഞ്ഞിനെ എടുത്തിട്ട് ലാളികയാണ്. കുഞ്ഞിടയ്ക്ക് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നവിയുടെ ബെഡിൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞിനെ കിടത്തും കേട്ടോ. കിടത്തി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ പറയുന്നുണ്ട്, അഭി വന്നായിരുന്നു അമ്മ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ലേബർ റൂമിൻ്റെ മുന്നിൽ അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു, വളരെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു. അവൻ്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവനാണ് പ്രസവത്തിന് പോകുന്നത് എന്നൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നയനയും പറയുന്നുണ്ട്, ചേച്ചിക്ക് അതായിരുന്നല്ലോ സങ്കടം, അഭി സ്നേഹിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അഭി വന്നല്ലോ, ഇനി നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകയും അതുപോലെ തന്നെ നയനയും കൂടെ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് കേട്ടോ, എന്താ കിടക്കുന്നു നിൻ്റെ മോൻ, അച്ഛൻ്റെ മോൻ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അഭിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. ഇത് അമ്മയുടെ അത് എൻ്റെ മോൻ എന്ന് പറയുന്നതിലും ഒന്നുകൂടെ നല്ലത് മുത്തശ്ശിയുടെ മോൻ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും, മുത്തശ്ശിയെപ്പോലെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എനിക്ക് എന്താണേലും ഇഷ്ടം എന്താ നമ്മുടെ അബിയുടെ എൻ്റെ കെട്ടിയൻ്റെ കുഞ്ഞിൻ്റെ മോൻ പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നവ്യയ്ക്ക് കേട്ടോ. ഇത്രയും നാളും അനുഭവിച്ച ആ തീരാ ദുഃഖത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ നവ്യയുടെ സംസാരമൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ രണ്ട് മക്കൾക്കും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ് നീ ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛാ, ആ മോള് അടുത്തേക്ക് വരുമ്പോഴത്തേക്കിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് അതിനെ ഒരിക്കലും വെളിയിലോട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത് എൻ്റെ കല്യാണ ദിവസം വരെയും അത് എവിടെ കാണും, അതിന് ശേഷമേ അത് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നവരെയും ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് സന്തോഷമൊക്കെ ആകുന്നുണ്ടെങ്കിലും ഒരു അങ്കലാപ്പ്, ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. എന്താണെങ്കിലും ആദർശിൻ്റെ മുഖം എന്തായി, കുഞ്ഞിവിടെ വന്നതിന് ശേഷം ഒരു തെളിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്. എന്താണെങ്കിലും ഒരു വ്യക്തമായ കാരണമില്ലാതെ അച്ഛൻ ഈ ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദേവയാനി ചോദിക്കുന്ന ഉത്തരത്തിനൊന്നും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല അച്ഛാ, അച്ഛൻ ഈ വീട്ടിലേക്ക് ആരെ കൊണ്ടുവന്നാലും കൂട്ടിയിട്ട് വന്നാലും ഞങ്ങളെല്ലാം അംഗീകരിക്കും. നയനമോൾക്കാണെങ്കിലും ആ കുഞ്ഞിനോട് ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ മാലയൊക്കെ കഴുത്തിലിട്ടിട്ട് എണീച്ചിട്ട് പറയും, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സൊക്കെ ആ കുഞ്ഞുമോൾ കവർന്നെങ്കിൽ എൻ്റെയും മനസ്സ് അതുപോലെ തന്നെയാണ്. അവൾ അനാഥാലയത്തിൽ കഴിയേണ്ട കുട്ടി അല്ലെന്ന് ഒരു തീർച്ചയായും എടുത്തതിന് ശേഷമാണ് ഞാൻ ആ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി ആദർശിന് എന്തെങ്കിലും സമാധാനക്കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നീ അമ്മയായ സ്ഥിതിക്ക് നീ ചോദിച്ചത് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയാറില്ല, ചർച്ച ചെയ്യാറില്ല, അച്ഛനോട് പറയും പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനൊരു നിത്യരോഗിയാണ്, അതുകൊണ്ട് തന്നെ എന്നോട് ഇപ്പോൾ പല കാര്യങ്ങളും പലരും പറയാറില്ല, മറച്ചു വെക്കാറേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. കുറച്ച് മുമ്പ് തന്നെ നമ്മുടെ ജ്വല്ലറിയിലൊരു സ്റ്റാഫ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ചന്തുമോളെ കണ്ടു, അതിന് ശേഷം ചോദിച്ചിരുന്നു കുട്ടി ആരാന്ന്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരൊക്കെ ചോദിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അവളെ ദത്തെടുത്തു എന്ന് തല ഉയർത്തി പിടിച്ച് തന്നെ നിങ്ങൾക്ക് പറയാം. മുത്തശ്ശൻ ദത്തെടുത്ത് വളർത്തുന്നതാണ് ഇവളെ എന്ന് തല ഉയർത്തി തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. നമ്മുടെ അഭിക്കാണെങ്കിൽ തിരുമുറ നടത്തിയാണല്ലോ ശീലമുള്ളത്. അങ്ങനെ ജ്വല്ലറിയിലെ സ്വർണ്ണമൊക്കെ കള്ളക്കടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മാലയാക്കി വിറ്റ കേസിൽ നമ്മുടെ അഭി ഇങ്ങനെ ഉരുകി നിൽക്കുന്ന സമയമാണ്. എന്താണെങ്കിലും സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അഭി വന്ന് നമ്മുടെ സ്വർണ്ണപ്പണിക്കാരനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സാറേ മൂർത്തി സാറെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഫോണിലൂടെ ആണെങ്കിൽ പോലും എനിക്ക് കള്ളം പറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അച്ഛനപ്പൂപ്പന്മാരെ മുതൽക്കേ ഉള്ള ഒരു സമ്പർക്കമൊക്കെയാണ് അത്. ഞാൻ
മുത്തശ്ശിനെ മുന്നിൽ പോയി നിന്നാൽ വീണ്ടും മുട്ട് വിറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ അതിനുള്ള പൂട്ടൊക്കെ ഇട്ട് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് താനായിട്ടൊന്നും വിളമ്പി അങ്ങോട്ട് ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ടേ. ഇനി അതല്ല, അതിനെതിരായിട്ട് തൻ്റെ പ്രവർത്തികൾ മറിച്ചാണെങ്കിൽ തൻ്റെ വീട്ടുകാരെ തന്നെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ അഭി അദ്ദേഹത്തിൻ്റെ തോളിലൊക്കെ തട്ടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അഭി പറയുന്നുണ്ട്, നടക്കാത്ത കാര്യങ്ങളൊന്നും ഈ അഭി പറയാറില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്നുമുണ്ട് കേട്ടോ. സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കുടുംബമൊക്കെ അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, നമ്മൾ തന്നെയാണ് മനുഷ്യന്മാരെ ദൈവങ്ങളാക്കുന്നത്, അതുകൊണ്ട് താൻ വലിയ ഒന്നിനും നിൽക്കണ്ട, അത് തൻ്റെ തടിക്ക് കേടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ നയനയും അതുപോലെ തന്നെ കനകയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോൻ്റെ ചെറിയമ്മ വന്നിട്ടില്ല, മോൻ്റെ ചെറിയമ്മ മുത്തിനെ കാണാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവളെ അറിയിച്ചു അമ്മ എന്നൊക്കെ ഇങ്ങനെ നവ്യം ചോദിക്കുന്നുണ്ട്. എല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ അനിയെ അങ്ങനെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ലായിരിക്കും, പക്ഷേ അനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ആദ്യം പറഞ്ഞത് ശരിയാണ്, പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് താല്പര്യമില്ല, അനി അവളെ വിളിക്കാതൊന്നും ഇരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ നടന്നു പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട്. എന്താണെങ്കിലും നവ്യയുമായിട്ട് നമ്മുടെ അഭി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മോൻ ഭാഗ്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുക, എന്നെ ഒരു ബ്രാൻഡിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ചലനം നമ്മുടെ അച്ഛനമ്മമാരിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ ഉണ്ടോ, ഇപ്പോഴും ഞാൻ വിശ്വസിച്ചോട്ടെ നിന്നെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ നവ്യ നീ അങ്ങനൊന്നും പറയല്ലേ, അപ്പോൾ നീ പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ടാണല്ലോ നമ്മുടെ മോൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശരി, നീ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. ഇനി എന്ത് വന്നാലും പോസിറ്റീവായിട്ട് കാണണം, ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ മാത്രമല്ലേ ഞാൻ അടുത്ത് നിന്ന് മാറി നിൽക്കാറുള്ളൂ, ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഒരു സ്ത്രീക്ക് കിട്ടിയാൽ മതി, അവൾക്കത് സ്വർഗ്ഗലോകം പോലെ തന്നെയാണ്, അപ്പോൾ അത് നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാൽ പിന്നെ ഞാനൊരു പ്രശ്നത്തിനും വരില്ല എന്നും പറയുന്നുണ്ട്. ഇനി കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് നീ എന്നോട് ക്രൂരായിട്ടൊന്നും പെരുമാറാതിരുന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. ഇനി അങ്ങനെ ആയാൽ തന്നെ എൻ്റെ മോൻ്റെ അച്ഛനെ വിട്ട് കളയാനൊന്നും ഞാൻ റെഡിയല്ല എന്ന് നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ ചക്കരയെന്നൊക്കെ വിളിക്കും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദുമോളെ തന്നെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഇങ്ങനെ നവ്യ ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഇങ്ങനെ പറയുവേ, ഇത്ര ചെറു പ്രായത്തിൽ അച്ഛനായല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നിനക്ക് 27 വയസ്സായല്ലോ അഭി എന്നൊക്കെ പറയുമ്പം ശരിയാണ്, പ്രായം കൊണ്ട് നിനക്ക് അങ്ങനെ പക്വത വന്നിട്ടില്ല, ഇപ്പോഴും കൊച്ചു കുട്ടികളിയാന്നൊക്കെ ഇങ്ങനെ പറയുവേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനിയും അതുപോലെ നന്ദുമോളെയാണ് കേട്ടോ. നന്ദുമോൾ ഇങ്ങനെ കാറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കുക കേട്ടോ. ദേവയാനിയും ഉണ്ട്, രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, കുറേ നേരമായി ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, ഇനി നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറയും കേട്ടോ. അന്നത്തേക്കും പറയും, അങ്ങനെ എവിടുന്നും എടുത്തുകൊണ്ട് വന്നതിനൊന്നും കളിപ്പിക്കാനായിട്ട് എനിക്ക് നേരെയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുവാണേ, നിനക്ക് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചുകൂടെ, കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ മനസ്സ് നോക്കത്തക്ക രീതിയിൽ അങ്ങനെയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്, നിന്നെയും എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ തന്നെ അല്ലായിരുന്നു ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളർത്തിയത്, നല്ല രീതിയിൽ തന്നെ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ആരോരും ഇല്ലാതിരുന്ന നിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു, ഇപ്പോൾ തെരുവിൽ കിടന്നേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇപ്പോഴത്തെ പ്രവൃത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു നല്ലത്, എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലോട്ട് കയറി വരുന്ന ആരെയും എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെല്ലി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവേനെ കുഞ്ഞിനെ എടുത്തിട്ട് ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, മോളൊന്നും ഇതൊന്നും കേട്ടിട്ട് സങ്കടപ്പെടേണ്ട, മോൾക്ക് വലിയമ്മ ഉണ്ടല്ലോ, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഹാളിലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് നടന്നു വരുവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോവുകയാണോ ചോദിക്കുക, അതെ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. മുത്തശ്ശിയായിട്ട് അച്ഛമ്മയായിട്ട് അവിടെ പോയിരുന്ന് ആരും പറയുന്നതൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പോകുന്നതൊക്കെ കൊള്ളാം, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ ആരെയും അറിയിച്ചേക്കല്ലേ,
അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അറിയിക്കില്ലെന്ന് പറഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കുന്നു. മുത്തശ്ശി പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നീ പഠിക്ക് വെളിയിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛ ഞാനൊന്നും പറയത്തില്ല എന്നിങ്ങനെ പറയുവാണേ. അവരെയൊക്കെ അറിയിക്കേണ്ട സമയത്ത് ഞങ്ങൾ അറിയിച്ചോളാം, നീ ആ ജോലി ഏറ്റെടുക്കണ്ട പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് നമ്മുടെ ജലജയുടെ അടുത്ത് പറയും കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയേണ്ടത് നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരുവൊന്നും വേണ്ട, കനകയാണ് ഇത്രയും നേരം അവിടെ ഇരുന്നത്, അതുകൊണ്ട് നീ അവിടെ ഇനി നോക്കാനായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ അവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. അവളാകെ വിരൽ പിടിച്ച് നടക്കാൻ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയേ അവൾ അവളുടെ മോനെ കൊണ്ട് വലിയ കോടീശ്വരനെ കെട്ടിക്കാനായിട്ട് ഇരുന്നതാണ്, അതല്ലേ അവതാളത്തിലായത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇപ്പം എന്തെങ്കിലും അവന് കുറച്ച് മാറ്റമുണ്ട്, വകതിരിവൊക്കെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം അങ്ങനെ പറയുന്നതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ മാറാൻ അധികം താമസം വേണ്ടല്ലോ, നമ്മുടെ കൊച്ചുമോളുടെ കാര്യം തന്നെയാണ്, ആദർശിൻ്റെ കുട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു നല്ല മനസ്സോട് കൂടിയിട്ടല്ലേ അഭി തൻ്റെ കുഞ്ഞാന്നും പറഞ്ഞ് ഏറ്റെടുത്തത്. അത് മുത്തശ്ശിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നീട് നമ്മുടെ നവ്യയുടെ അഭി ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ഇല്ലെന്നായിരുന്നു എൻ്റെ ഇത്രയും കാലത്തെ വിശ്വാസം, എന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം ഇപ്പോൾ കേട്ടു. ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് കൊണ്ടാണോ നീ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അതൊന്നും അല്ല, എനിക്ക് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടൊക്കെ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ നല്ലൊരു കയ്യൊപ്പും ഉണ്ട്. ആദർശേട്ടന് നല്ല മാറ്റമൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആദർശേട്ടന് വലിയ പുണ്യാളനൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയല്ലേ, നിനക്ക് ആദർശേട്ടനൊരു ഏട്ടനായി കിട്ടിയത് നിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി എണീക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്താ അമ്മയുടെ കൊച്ചുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുവേ, അന്നത്തേക്കിനും നമ്മുടെ നവ്യ ഇങ്ങനെ പറയും, അത് നവ്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അഭി തന്നെ പറയും കേട്ടോ അമ്മയെപ്പോലെ ആ കൊച്ചുമോൻ എന്നാ ഇവിടെ എല്ലാവരും പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അതെ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല, എനിക്ക് നിൻ്റെയും ചായ തോന്നുന്നില്ല എൻ്റെയും ചായ തോന്നുന്നില്ല, പിന്നെ വേണമെങ്കിൽ ഇവളുടെ അമ്മയുടെ ചായ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാമെന്നൊക്കെ പറയുമ്പം നമ്മുടെ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളല്ല നിങ്ങളുടെ അതിലപ്പുറം പറയുമെന്നൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അന്നത്തേക്കിന് അഭി പറയുന്നുണ്ട് ഇവള് പ്രസവിച്ച് കിടക്കുകയല്ലേ, അമ്മ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് വഴക്കുണ്ടാക്കിയതൊന്നുമല്ല, അവൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അതിനുശേഷം പറയും ഇത്രയും നേരം അവളുടെ അമ്മയാണ് ഇവിടെ ഇരുന്നത്, ഇനി കുറേ നേരം അമ്മ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറയുക. അന്നത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി സമയമൊന്നും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുവേ. അവർ ക്യാൻറ്റീനിലേക്ക് പോയത് അവർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമെന്ന് നവ്യയും പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നത് ശരിയാണ്, മുത്തശ്ശ അമ്മനെ പോലെ തന്നെയാണ് അവളെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിന് അതെ നിൻ്റെ കണ്ണിനാണ് കുഴപ്പം, നീ കൊണ്ട് ഡോക്ടറെ കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാലും ഇവിടം വരെ വന്നതല്ലേ അമ്മ ഒന്നുകൊണ്ടേ കണ്ണ് കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് നിന്നോട് നയനും ഒന്നും പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ജലജ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുവേ. അങ്ങനൊന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് ആ ചോദ്യം കേട്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോവുകയാണ്, അങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. എന്താണെങ്കിലും മനസ്സിലൊരു തീ കൊളുത്ത് വെച്ചിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അന്നത്തേക്കിനും നമ്മുടെ നവ്യാണെങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ താലോലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു പാര തന്നെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ്